മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 18-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. പിതാവ് ചെയ്യുന്നത് പുത്രനും ചെയ്യുന്നുവെന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സാബത്ത് ദിവസം തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയതിൽ യഹൂദർ യേശുവിനോട് വളരെയധികം ദേഷ്യത്തിലാണ്. ഈശോ പറയുന്നു, തൻ്റെ പിതാവ് സ്വർഗത്തിലെ പിതാവ് പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ സാബത്തിൽ പോലും തൻ്റെ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവ് പ്രാർത്ഥന കേൾക്കുന്നുവെങ്കിൽ പുത്രനായ ഞാനും എല്ലാ സമയത്തും പ്രവർത്തന നിരതനായിരിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. യഹൂദരെ സംബന്ധിച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. സാബത്തിൽ പോലും ഒരു മനുഷ്യൻ ജനിക്കുന്നുവെങ്കിൽ അവൻ ദൈവമറിയാതെ ജനിക്കുന്നില്ല. സാബത്ത് ദിവസം ഒരുവൻ മരിക്കുന്നുവെങ്കിൽ ദൈവമറിയാതെ അവൻ മരിക്കുന്നില്ല എന്ന ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറയുന്നു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ സാബത്തിൽ പോലും പിതാവായ ദൈവം പ്രാർത്ഥനകൾ കേൾക്കുന്നത് പോലെ, സാബത്തിൽ പോലും മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്നത് പോലെ, സാബത്തിൽ പോലും മനുഷ്യർ ഭൂമിയിൽ മരിക്കുന്നത് പോലെ എപ്പോഴും എൻ്റെ പിതാവായ ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ ഞാനും പുത്രനായ ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ആഗമനം യേശുവിൻ്റെ ഈ അത്ഭുതങ്ങളിൽ നമുക്ക് കാണാം. തളർവാദ രോഗിയെ നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു. ഈശോ സുഖപ്പെടുത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ ആഗമനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തർ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകുമെന്ന. ഇവിടെ ഇതാ മൂകർ, തളർവാദ രോഗികൾ എല്ലാം സുഖപ്പെടുകയും അവരെല്ലാം യേശുവിൻ്റെ വാക്കിനാൽ സുഖപ്പെടുന്നതായിട്ട് വചനത്തിൽ കാണുന്നു. യേശുവിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സാണ്. യേശുവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്. യേശുവിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കണം. എന്തിനാണ് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടത്? പിതാവിൻ്റെ പൂർണ്ണത തന്നെയാണ് പുത്രന് ഉള്ളത്. സർവശക്തിയും സർവധികാരവും പിതാവിനോടൊപ്പം തന്നെ പുത്രനും നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധിയും സ്നേഹവും പിതാവിനെ പോലെ തന്നെ പുത്രനും ലഭിച്ചിരിക്കുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു. സൃഷ്ടിയും പരിപാലനവും രക്ഷയും ശിക്ഷയും പുത്രനിലൂടെ ചെയ്യപ്പെടുമെന്ന്. എങ്ങനെയാണ് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ നമ്മൾ പുത്രനെ ബഹുമാനിക്കേണ്ടത്? നമ്മുടെ രക്ഷകനായി നമ്മൾ യേശുവിനെ ഏറ്റുപറയുമ്പോൾ പിതാവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അതെന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ. ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലി, ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ചുകൊണ്ട്, കുടുംബം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പുത്രനെ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ
പുത്രനെയും നമ്മൾ ബഹുമാനിക്കുന്നു. രണ്ടാമത് നമ്മുടെ ദേവാലയങ്ങളിലാണ്. വിശുദ്ധ ബലിയിലും കുംഭസാരങ്ങളിലും കൂദാശകളിലും സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കുമ്പോൾ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും നമ്മൾ ബഹുമാനിക്കുന്നു. മൂന്നാമതായിട്ട് ലോകത്തിൽ എങ്ങനെ നമുക്ക് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഇടപഴകുന്ന ആളുകൾക്ക് യേശു രക്ഷകനാണെന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഒരു നോയമ്പ് കാലമാകുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹത്തെ പ്രതി നമ്മൾ നൊയമ്പെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നൊയമ്പിന് ലംഘിക്കുന്ന, നൊയമ്പിന് യോജിക്കാത്ത പല പ്രവർത്തികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനോട് നോ പറയണം. അതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന ഈശോയുടെ വചനം. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈശോയെ ഏറ്റുപറയുമ്പോൾ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും നമ്മൾ ബഹുമാനിക്കുമെന്ന. സ്നേഹമുള്ളവരെ, ഇന്നേ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.